എന്നിട്ട് ഞങ്ങൾക്ക് ഞം അടിക്കാൻ മുട്ടയും പാലൊന്നും തരുന്നില്ലല്ലോ. സഞ്ജുവിന് കൊടുക്കണ്ടല്ലോ. എടാ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇവളുമാർക്കും വട്ട ഇവർ പറയുന്ന കേട്ടാണ് അമ്മ തുള്ളാൻ ഇറങ്ങിയിരിക്കുന്നത്. അമ്മയ്ക്കറിയാമല്ലോ, ആ സഞ്ജു PSCയുടെ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ പോകുന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് പോകുമ്പോൾ ഒന്ന് അവൻ്റെ ശരീരവും ബുദ്ധിയൊക്കെ ഒന്ന് വികസിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടയും പാലും ഒക്കെ കൊടുക്കുന്നത്. അല്ല എന്തിനാ? ഞങ്ങളുടെ ബുദ്ധി ശരീരം ഒന്ന് വികസിപ്പിക്കണ്ടേ? അതൊരു പേട്ട് തലയല്ലേ, അത് എത്ര കുലിക്കാലും വികസിക്കത്തില്ല. അച്ഛമ്മ ഈ പറയണ കേട്ടാ? അല്ലേലും അതിനകത്തൊന്നുമില്ല, പിന്നെ എന്തിനായിട്ട്? ശരി അച്ഛമ്മ, ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലെങ്കിലും ഞങ്ങളുടെ അമ്മയ്ക്ക് നല്ല ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ അച്ഛമ്മയുടെ തലയിൽ കയറി ഇങ്ങനെ നിരങ്ങണേ. അച്ഛമ്മയ്ക്ക് അങ്ങനെ തന്നെ പാടുള്ളൂ. എടാ പ്രകാശ, നിന്റെ കെട്ടിയൊക്കെ ഒരു ധാരണയുണ്ട്, അവളെ എനിക്ക് ഭയങ്കര പേടിയാന്നു. എൻ്റെ അമ്മ ഇവളുമാർ പറയുന്ന ഒന്നും കേട്ട അമ്മ ഇളകണ്ട. അമ്മയുടെ കാലേ വന്ന് സഞ്ജു വീണ് നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ച് പോയിട്ടോ പോയില്ലേ? അത് ആര് പറഞ്ഞിട്ടാന്നാ വിചാരിച്ചിരിക്കുന്നത്? ആര് പറഞ്ഞിട്ടാ? പുഷ്പ. അവള് പറഞ്ഞു അങ്ങനെ? ആ, അല്ലേലും എൻ്റെ മരുമോക്ക് നല്ല സ്നേഹം എന്നോട്, അതുപോലെ ബഹുമാനമൊക്കെ ഉണ്ട്. ഈ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്ക്. ഒത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു. ആരെങ്കിലും മട്ടം പിടിച്ച് നിൽക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. ഞങ്ങളുടെ രണ്ടുപേരെ വെറുതെ കിട്ടിയതാണോ? ആണോ? ആ, വെറുതെ കിട്ടിയതാ. ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു? കോഴിത്തുരുമ്പുമായിട്ട് ഇറങ്ങിക്കോളുക. ഉള്ള ബുദ്ധി നേരെ ഉപയോഗിക്കാൻ പഠിക്കരി, അല്ലാതെ വഴക്കൊണ്ടാക്കിക്കാനല്ല ശ്രമിക്കേണ്ടത്. എടാ കുട്ടിത്തേങ്ങളൊക്കെ നിനക്ക് കിട്ടിയാൻ വെച്ചിട്ടുണ്ടാ കേട്ടാ? അതിന്ന് ഒരു 100 രൂപ വന്നേ, ഞങ്ങൾക്ക് മുട്ടയും പാലും മേടിക്കണം. നല്ല സൗകര്യമില്ല. നിനക്ക് മുട്ടയും പാലും പോലെ അത് ഞാൻ മേടിച്ചോണ്ടും തരാം. തരുമോ? തരുമോന്ന് ചോദിച്ചാൽ മക്കളായതുകൊണ്ട് തരാം, പ്രയോജനമൊന്നും ഇല്ലല്ലോ. ഓ ഓ മോൻ മാത്രമേ ഉള്ളൂ പ്രയോജനം, ഞങ്ങളൊക്കെ വെറുതെ വേസ്റ്റ്. അയ്യോ, കാശ് നിലത്ത് വീഴുന്നു. ഭഗവാനെ, നിന്റെയൊക്കെ കൊതികാരണം മടി. ആ, അത് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കണം, എന്നാ ഞങ്ങൾ കൊതിവിടത്തില്ല. നീയൊക്കെ നടത്തുന്ന ഈ ഉണ്ടാക്കി വെക്കുന്ന ചെലവിന് ഞാൻ കടകടയിൽ വീതിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഞങ്ങൾ എന്ത് ചെലവുണ്ടാക്കി വെച്ചു? അച്ഛന്റെ മോനാണ് മൊത്തം ചെലവുണ്ടാക്കി വെക്കുന്നത്. അച്ഛന്റെ മോനെ വിട്ട് വാങ്ങിപ്പിക്കുന്നേ ഉള്ളൂ. കഴിക്കുന്നതൊക്കെ ഇവിടെ ചില കുട്ടിത്താവങ്ങൾ നിങ്ങളൊക്കെ കൂടെ തന്നെ. പ്രോട്ടീൻ ഇല്ലാണ്ട് ഇത് കളറൊക്കെ വ്യത്യാസമായി തുടങ്ങി അല്ലേടി? കളറാ? ആ, എന്റെ കളറിന് ഒരു കുഴപ്പമില്ല. എന്നാ നിനക്ക് മുട്ടയും പാലും വേണ്ട. അപ്പൊ ഒരു പണി ചെയ്യാം, നിങ്ങൾക്ക് രണ്ടിനും മാത്രം മേടിച്ചു തരാം. ഇവനെ നമുക്ക് ഒഴിവാക്കാം. എന്തേ? ന്യായമായിട്ട് പറയാം. അതെ അതെ അതെ. നിനക്ക് ഒരു കളർ ചേഞ്ചും ഇല്ല, അതുകൊണ്ട് നിനക്കില്ല. ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കും. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. വെച്ചിട്ടുണ്ട് ഞാൻ. അടുക്കള എന്തിരുന്നാലും മോട്ടിച്ചടിക്കും. എന്നിട്ട് ഇപ്പൊ കൂട്ടുകൂടി വന്നിരിക്കുന്നു ചേച്ചിമാരുടെ കൂടെ. പിന്നെ അച്ഛനെ കണക്കല്ലേ മോനാവുള്ളൂ. ഡേ, നീ എന്റെ വശത്ത് നിൽക്കുന്ന അവന്റെ വശത്ത് നിൽക്കുന്ന മുട്ടയും പാലും ഒക്കെ വേണേ എന്റെ കൂടെ നിൽക്കണം. നിന്നോളാം. പോട്ടെ പോലെ ഒന്ന് കുഞ്ഞാട്ടെ, ഒന്ന് അമ്മയൊന്ന് ഒയ്യട്ടെ. ഇതൊക്കെ എന്താ? അതെല്ലാം ഉണ്ട്. ഇത് കണ്ണൊന്നും കൊള്ളാതിരിക്കാൻ എന്റെ മോന് നല്ല പരീക്ഷയിൽ എഴുതാൻ കഴിയണ്ടേ. പോകുമ്പോ അമ്പലത്തിൽ ഇടണം കേട്ടാ. ഒഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പൊട്ടും. നിനക്കിട്ട് ഞാൻ പൊട്ടിക്കുവേ. അസൂയക്കുള്ള മരുന്ന് വാങ്ങുമ്പോഴേ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ വാങ്ങാം. ഇവിടെ കുറെ പേർക്ക് പൊക്കോളും. അസൂയയുടെ കുപ്പിമരുന്ന് വാങ്ങുമ്പോഴേ നിന്റെ വീട്ടുകാരും മൊത്തം കുടിച്ചാലും അസൂയ ഒന്നും മാറൂല. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ മോനെ പറഞ്ഞ ഞാൻ ഉണ്ടല്ലോ. മോനെയല്ലല്ലോ പറഞ്ഞത്, മൊത്തം പറഞ്ഞില്ലേ. മോനെ പറഞ്ഞാൽ മാത്രം പൊള്ളൂലോ, ഞങ്ങളെ പറയുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ആ, കുഴപ്പമില്ല. നിന്റെ അമ്മക്കേ ആൺകുഞ്ഞു പൊൻകുഞ്ഞും പെൺകുഞ്ഞു ചെമ്പുകുഞ്ഞും. അത് നിനക്കായിരിക്കും, എനിക്ക് അങ്ങനെയൊന്നല്ല. എന്റെ 4 മക്കളും ഒരുപോലെ തന്നെയാണ്. എനിക്ക് എന്റെ കുഞ്ഞ് പെൺകുഞ്ഞ് പൊന്നുകുഞ്ഞാ. എന്തോന്നാ ഇത് വഴക്കിട്ടോണ്ടിരിക്കുന്ന? ഇവന് പോയിട്ട് ഐശ്വര്യമായിട്ട് പരീക്ഷ എഴുതി പാസ്സാകേണ്ടതാ. ഇവരെ അടി ഉണ്ടാക്കട്ടെ അച്ഛാ. ഞാൻ പോയി പാസ്സായി ഞാൻ അവിടെ കയറി പറ്റും. കണ്ടോ? എടേ, നീ അച്ഛമ്മയുടെ അനുഗ്രഹം മേടിച്ചാ? അതൊക്കെ ഇന്നലെ 3-4 വട്ടം വാങ്ങിച്ചു. എന്നാ ഇനി
അപ്പച്ചിയുടെയും ചേച്ചിയുടെ അനുഗ്രഹം മേടിക്കും. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് ഇവിടെ അനുഗ്രഹം ഒന്നും വേണ്ട. എന്നാ സമയം കളയണ്ട, പോവാൻ നോക്ക്. അമ്മേ അച്ഛാ പോണേ. ആ മക്കള് പോയിട്ട് വാ, നോക്കിട്ടല്ലേ പോണോ കേട്ടോ. Best wishes. താങ്ക് യു, ബൈ. ഉണ്ണിമോൻ നാണമില്ലല്ലോടി. സ്വന്തം അനിയനല്ലേ അങ്ങോട്ട് പരീക്ഷ എഴുതാൻ പോയത്, തോറ്റു പോകുന്നു. എനിക്ക് നാണൊന്നുമില്ല. നിനക്ക് കുറച്ച് നാണുണ്ടടി, സ്വന്തം ഏട്ടന്റെ മകനല്ലേ അത്. ചേച്ചിക്ക് സ്വന്തമായിട്ട് വല്ല ഡയലോഗ് ഉണ്ടാ? ചേട്ടൻ പറഞ്ഞ അങ്ങനെ തന്നെ കോപ്പി അടിച്ച് എന്നാ പറഞ്ഞു? നിങ്ങക്ക് സ്വന്തമായിട്ട് ഒരു ഡയലോഗ് ഇല്ലെന്ന്. ചേട്ടൻ പറഞ്ഞത് കോപ്പി അടിച്ചല്ലേ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി പറ. കേൾക്കുന്നില്ലേ ഒന്നും? ഇവളോട് ഞാൻ എന്തോ പറയാൻ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ ചെവി എന്നാ കടിക്കുന്നു ഈ ചെവി. ആ ചെവിക്കല്ല് നോക്കിയാൽ അടി കൊടു, അവളുടെ കടി മാറും. എന്റെ സ്വന്തം ചെവിയിൽ ഞാനിട്ട് കുത്തി ഇളക്കണേ നിങ്ങൾക്ക് എന്താ? ഇനി ഇളക്കും ഞാൻ. അതന്നെയല്ലേ നീ എവിടെയും ചെയ്തോണ്ടിരിക്കുന്നത്, നമ്മളെ കുടുംബത്തിൽ കയറി ഇങ്ങനെ കുത്തി ഇളക്കുന്നത്. ഞാൻ എന്താ ചെയ്ത് ചേച്ചി? ആ ചെക്കന് അനുഗ്രഹം കൊടുക്കാൻ വന്നല്ലേ, ഞാൻ എന്തെങ്കിലും വാ തുറന്ന് മിണ്ടിയ എന്തെങ്കിലും ഞാൻ മിണ്ടിയ? അവനല്ല എന്നോട് പറഞ്ഞത് അസൂയയുടെ കാര്യം. അവനെ എങ്ങനെയൊക്കെ നെഗറ്റീവ് ആക്കാവോ ആ ഡയലോഗുകൾ മുഴുവൻ അടിച്ചിട്ട് പിന്നെ അനുഗ്രഹിക്കാൻ പോവല്ലേ നീ? ചേട്ടാ, അവന്റെ മനസ്സിൽ കുശുമ്പ് കുത്തി വെച്ചത് ആരാ? ഞാനൊന്നും അല്ല. ഞാൻ വല്ലപ്പോഴും വരുമല്ലേ. അവൻ ഈ വീട്ടിൽ പറയണ കേട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. എന്തല്ല ഇവളീ കാണിക്കുന്നത്? സാധനം കൊത്ത്. അല്ലെങ്കിൽ നിനക്ക് എന്നോടും എന്റെ മക്കളോടും മുഴുത്ത അസൂയ, അതെനിക്ക് നല്ലോണം അറിയാം. കേൾക്കണ്ടല്ല, ആൺകുഞ്ഞും പെൺകുഞ്ഞും, ജെൻഡർ ഇക്വാലിറ്റി. പറ്റി നിന്നോ, അവളടുത്ത് കിട്ടുമ്പോ മനസ്സിലായിക്കോളും എനിക്ക്. ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. എന്തായാലും ഇനിക്വാലിറ്റി അവനോടാണെങ്കിൽ ഇച്ചിരി സ്നേഹം അമ്മയ്ക്ക് കൂടുതലാ. ഇത്രയും വലുതാക്കി ഈ പരുവത്തിലാക്കിയത് ഇക്വാലിറ്റി ഇല്ലാത്തതുകൊണ്ടാണല്ലോ. എന്താ ചേട്ടാ? എന്നെ പേന എടുക്കാൻ മറന്നുപോയി, പിന്നെ രജിസ്റ്റർ കാർഡ് എടുത്തു. അതാ പോയി തിരിച്ചു വന്ന് ഇതാണ് വീട്ടിൽ പോകുമ്പോഴേ ഫോട്ടോ വീട്ടിൽ പോകുമ്പോ സ്വസ്ഥത കൊടുക്കണം. പേനെടുത്ത് കൊടുക്ക്. എക്സാമിന് പോണ ആളാ, പേരെടുത്തില്ല. നീ എന്ത് എക്സാമിനാടാ പോണേ? നീ ഒക്കെ കൂടി ചൊന്നപ്പോഴേ എനിക്ക് തോന്നി മിക്കവാറും ഞാൻ പകുതി വഴിക്ക് തിരിച്ചു വരേണ്ടി വരും. മോള് ചൊറിഞ്ഞിട്ടാണ് പേന എടുക്കാൻ മറന്നേ. കണ്ടില്ലേ മോൻ, പിന്നെ മോൻ പേന എടുത്തില്ല. അയ്യോ പേന അമ്മയോട് പറഞ്ഞേക്കാ. ശരി പറഞ്ഞേക്കാം. ടാറ്റാ. ഞാൻ പെണ്ണുമ്പിള്ള എന്നെ നെഞ്ചത്തോട് കയറി പോയാൻ കൊടുത്തു. അവൻ വെച്ച് മറന്നുപോയത് അവൻ്റെ ഉണ്ടായിരുന്നു, അവൻ പോയി. ഞാൻ തിരക്കിട്ട് ഷെൽഫെല്ലാം തുറന്ന് എടുക്കുമായിരുന്നു. കുഴപ്പമില്ല. ഇതൊക്കെ ഓർമ്മിപ്പിച്ചൊക്കെ വിടണ്ടേ? എന്തെങ്കിലും ഓർമ്മയുണ്ടാവുക. ഇത് മാറാ രോഗമാണ്, കുശുമ്പ്. പക്ഷെ ഇതിന് നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പം നിന്റെ കുഴപ്പം. കൊടുക്കടി അടി അവർക്കിട്ട്. സമാധാനായില്ലേ നിങ്ങൾക്ക്? സന്തോഷായ അതിന്? മര്യാദക്ക് വളർന്നോളം പെണ്ണെ. നീ ഈ കൊലക്കറി കണ്ടോണ്ട് നീ അതുപോലെ തുള്ളിക്കഴിഞ്ഞാ അടിച്ചിനെ കാലൊടിച്ചിട്ട് പിടി ഞാൻ. അച്ഛന്റെ പെങ്ങളല്ലേ അത്? കണ്ടപ്പച്ചി കുറ്റം പറയണ കണ്ട? ഞാൻ ഒന്നും ഉണ്ടാവില്ല, എനിക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഒന്നും ഉണ്ടായില്ല. നിങ്ങൾക്ക് ഇതൊന്നും ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം ഇവക്കൊരു അടി കൊള്ളണം, അതിന് വേണ്ടിട്ട് ഇവൾ ഇങ്ങനെയൊക്കെ കളിച്ചു കൂട്ടിയത്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അവക്ക് അടികളൊന്നും ഇല്ലാത്തതല്ലോ പ്രശ്നം. ഒരു ചെറുക്ക പരീക്ഷയ്ക്ക് പോകല്ലേ, അവന്റെ ഒരു ജീവിത പ്രശ്നമല്ലേ. അതിനാണോ ഇങ്ങനെ ഈ രണ്ടെണ്ണം കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത്? കാണാം, പരീക്ഷയ്ക്ക് പോണ ചെറുക്കൻ റാങ്ക് മേടിച്ചോട്ട് വരും, നോക്കിയിരുന്നോ? എന്നെ നോക്കിട്ട് കയറിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ ഉള്ള സത്യമൊക്കെ തുറന്നു പറയും. അവളുടെ പ്രതികരണം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. അവള് പ്രതികരിച്ചോട്ടെ, പെൺപിള്ളേർക്ക് പ്രതികരിക്കണ്ടേ? പൊക്കി എടുത്ത് നിന്നെ അപ്പുറത്തോട്ട് ഇടണം. ഞാൻ ഇങ്ങനെ നിന്ന് തരാം, എറി. ഇതിനെ കിളിക്കുന്നത് നീ? ഞാൻ ചിരിച്ചില്ലല്ലോ. അതപ്പുറത്തുനിന്ന് അവിടെ നിന്ന് സൗണ്ട് കേട്ടതായിരിക്കും. നിങ്ങൾ ഇങ്ങോട്ട് പോരും, എന്തെങ്കിലും ആക്കിക്കോട്ടെ. വാ പോ. മധു, എന്താ പച്ചി? നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. അങ്ങനെ ഇപ്പൊ ഒരുമിച്ച് നിൽക്കണ്ട. ഇവളും കാലുമാരിയാ. അടങ്ങിയിരിക്കടാ, സൂചി കുത്തി കയറി ഞാൻ എടുക്കട്ടെ. ഓ, കണ്ണും കണ്ടൂടല്ലോ. അത് ശരി, അച്ഛമ്മയ്ക്ക് കണ്ണാണല്ലേ, ഞാൻ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചോ? അടങ്ങു കുഞ്ഞേ, എടാ ഇതേ എന്റെ കണ്ണ് കാണാൻ മേലഞ്ഞിട്ടൊന്നുമല്ല, ഈ നിന്റെ കാലെ കുത്തി കയറിയിരിക്കുന്ന ചെറിയ മുള്ള. അടങ്ങടാ അങ്ങോട്ട്.
അമ്മ ഇവിടെ വന്നിരിക്കായിരുന്ന പിന്നെ ഞാൻ നിന്റെ മടിയിൽ കയറിയിരിക്കണോ? ഇത് പിടിച്ചിറക്ക അമ്മേ എന്റെ തലയിൽ 2 പേനെണ്ണം വെച്ച് ഭയങ്കര ചൊറിച്ചിലൊന്നും എടുത്തരുമോ? ഇതിവിടെ ഇവിടെ ഒരു പണി ചെയ്ത ഇവിടെ ഒരു പണി ചെയ്ത കണ്ടില്ലേ? അപ്പഴാ ഒരു പേന്. നിന്റെ കാലം തെറ്റി. ഞാൻ ചെരുപ്പിടാതെ ഒന്ന് കളിച്ചതാണ്. ഏതോ ഒരു മുള്ളു കുത്തിപ്പോയി. ഈ കണ്ണ് കാണാത്ത എന്റെ അമ്മയെ കൊണ്ടാണ് നോക്കിപ്പിക്കണത്. നീ ഇവിടെ മറ്റുള്ളവരെ മെക്കിട്ട് കയറുന്ന പോലെ എന്റെ അടുക്കൽ അങ്ങനെ മെക്കിട്ട് കയറാൻ വന്നിട്ടല്ലോ. ഞാനിവിടെ ആരുടെ മെക്കിട്ട് കയറിയെന്നാണ് അമ്മ പറയണത്? എടി ആ സഞ്ജു പരീക്ഷയ്ക്ക് പോയപ്പം നീ മുടക്കാൻ നിന്നില്ലടി അല്ലേ? എന്റെ അമ്മയെ അവൻ പരീക്ഷ എഴുതാനൊന്നും ജയിക്കാൻ പോണില്ല. നീ ഇങ്ങനെ പ്രാഗി നടന്നോ? അവനെങ്ങാനും സർക്കാർ ജോലി കിട്ടിയാലുണ്ടല്ലോ ഞാൻ എന്റെ സ്വത്തുകൾ മുഴുവൻ അവന്റെ പേരിൽ എഴുതി വെക്കും. അതിന് ഞാൻ എന്റെ മോള് ചാവണം. എന്ത് സ്വഭാവം അപ്പച്ചിക്ക്? നിന്റെ സ്വഭാവത്തിനെക്കാളും നല്ല. അതിന് എന്റെ സ്വഭാവത്തിന് എന്ത് കുഴപ്പ? എന്റെ സ്വഭാവത്തിന് എന്താണ് കുഴപ്പം? പോയില്ലേ? ഞാൻ പോവൂല. എനിക്ക് ചുറ്റിലും ചെവിയാ. ഞാൻ ഈ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ചെവി. കുണു 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 കുണ. ഞാൻ എന്ത് പറഞ്ഞാലും കുണു 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 കുണ. പേനെടുത്ത് തരണം കേട്ടാ. നീ ഓടി വേണേ. ഈ കൊച്ചിന്റെ ഈ മുള്ളൊന്നും എടുക്കാൻ ഞാൻ നോക്കുക. ആ കണ്ണാടി അവിടെ വെച്ചോ കണ്ടുമില്ല. അമ്മ കണ്ണ് കാണുന്ന ആരെക്കൂടി കൊടുക്കുമ്പോ ചക്കന്റെ അമ്മ സർജറി ചെയ്ത പോലെ ആക്കരുത്. ഈ പിള്ളേരെയൊക്കെ വളർത്തിയത് ഞാൻ തന്നെയാ. അല്ല നീയൊന്നും അല്ലല്ലോ. നമ്മളെടുത്ത് കൊടുക്ക്. ആ കൊടുത്തോളാം. അവന് എൻട്രൻസ് എഴുതി കിട്ടുമായിരിക്കും അല്ലടാവേ? എന്റെ പ്രകാശം നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. അവന് കിട്ടിയില്ല പിന്നെ വേറെ ആർക്ക് കിട്ടാനാ? അത് ശരിയാ. പിന്നെ ഇനി അഥവാ എൻട്രൻസിൽ തോറ്റുപോയാലും നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് അവിടെ ഫ്രീ ആയിട്ട് അഡ്മിഷൻ കിട്ടത്തില്ലേ? ഏത്? ഞാൻ ആദ്യം നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞ കാര്യമാണ് പിടിച്ചോണ്ടിരിക്കണത്. ആ അതൊക്കെ ഞാൻ ചുമ്മാ അവരെ പറ്റിക്കാൻ വേണ്ടി ഒരു ഓളത്തിന് പറഞ്ഞാണ്. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് പോലും ഇല്ല. എന്തുവാണ് ഇത്? എന്ത്? ആ പ്രതീക്ഷയും പോയി. ആ നിങ്ങളുടെ പ്രതീക്ഷ കയറി വന്നു. നോക്ക് ഇവിടെ മക്കളെ എന്താടാ? അച്ഛാ അത് എന്തത് പറ. എടാ ബില്ലപ്പ് കൊടുക്കാണ്ട് പറയടാ എന്താന്ന് വെച്ചാ. അല്ല വേണമെങ്കിൽ അത് പിന്നെ ഷേ പറ. എനിക്ക് എൻട്രൻസ് കിട്ടി. ഇനി പൈസ ഉടക്കാതെ സംഗീതം ഫ്രീ ആയിട്ട് പഠിക്കാം. കിട്ടും കിട്ടും ആനമുട്ട കിട്ടും കിട്ടും. കിട്ടി ആനമുട്ടയല്ല, എൻട്രൻസ് എഴുതി പാസ്സായി. എവിടെന്ന്? എടി അനിയത്തി. അയ്യോ അനിയത്തല്ല, അവള് ചൊറിയത്തി. എടി ചൊറിയത്തി. എന്റെ മോൻ എൻട്രൻസ് എഴുതി പാസ്സായി. അവൻ ആ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഇനി ഗവൺമെന്റ് ജോലിയുടെ കാര്യം നിന്റെ മകള് ഗോപി. പിന്നെ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും അവിടെ പോയി പഠിച്ചാ പോരെ? അതിന് അങ്ങനെ ചുമ്മാ വഴിയെ പോണവരൊന്നും അവിടെ പഠിപ്പിക്കത്തില്ല. ഇതുപോലെ ബുദ്ധിയുള്ളവർ എഴുതി എൻട്രൻസ് പാസ്സാകണം. എന്റെ പേപ്പർ നോക്കിയിട്ട് ആ സാറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞറിയോ എന്തോന്ന്? എന്താ പറഞ്ഞേ? പറ്റാത്ത പണിക്ക് എന്തിനാ പോണേന്നാവും. ചൊറിയത്തി. അതെ അപ്പച്ചിയുടെ മോളോട്. അച്ഛാ എന്നോട് പറയുവാണേ, യു ക്യാൻ ബി മൈ ടീച്ചർന്ന്. അങ്ങനെ നിന്റെ മുഖത്ത് നോക്കിയാണോ പറഞ്ഞത്? ആ അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. നിനക്ക് എന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇല്ല. ആ അധ്യാപകൻ ഇവനോട് പറഞ്ഞത് വേണമെങ്കിൽ നിനക്ക് എന്റെ അധ്യാപകനാകാമെന്ന്. ആണോ? കുട്ടി കൈ മോനെ കലക്ക് നീ. നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചു തരും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൈസ ആയിട്ട് തരാം. നിനക്ക് ഇഷ്ടമുള്ളത് നീ മേടിച്ചോ. ഇപ്പഴല്ല, പിന്നെ ഗൂഗിൾ പേ ചെയ്തു തരും. ചക്കര മുത്ത്. നിനക്കേ ഞാൻ പോയി കുറച്ച് സ്വീറ്റ്സ് മേടിച്ചോണ്ട് വരാം. മഞ്ഞളിടു മതി അച്ഛാ. മഞ്ചലുണ്ട്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. പോട്ടാ. ഞാനും വരാം. നമുക്ക് മുന്തിരിയുള്ള ലഡു നോക്കി മേടിക്കാം. കറക്റ്റ്. അപ്പൊ ഈ സ്വത്തിന്റെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമായി കേട്ടോ അപ്പച്ചി. ഇനി വരുത്തുമ്പോഴൊക്കെ ഇനി ഞാനും കൂടെ ഒന്ന് അറിയേണ്ടി വരും കേട്ടാ. ശരി, നമുക്ക് കുറച്ച് ബൂസ്റ്റ് എല്ലാം മാച്ച് കൊടുക്ക്. പഠിക്കട്ടെ കൊച്ചി. പോട്ടെ. ഈ കാണാറിന് കിട്ടിക്കാണൂ. അയാളെ ബുദ്ധി തോന്നില്ലല്ലോ. വീട് ഡി നീ ഇവിടുന്ന് പോകാനും മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? അതെ, എന്റെ പെങ്കൊച്ചല്ലേ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ. ഞാൻ അവിടെ പോയിട്ട് അവളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പോവാ. ഈശ്വര, ആ സഞ്ജുവിനെങ്ങാനും PSC കിട്ടിക്കഴിഞ്ഞാ ഞാനും എന്റെ മോളും ജീവിച്ചെന്നിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ ചാവാൻ പോവാ? ഞങ്ങൾ ചാവേ ജീവിക്കുക എന്ത് വേണേലും ചെയ്യും. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അല്ല, എന്റെ സഞ്ജുവിന് കോമ്പറ്റീഷൻ ചെയ്യാൻ ഒരാൾ വേണ്ടേ?
ഞാനും എൻ്റെ മോളും നിങ്ങളുടെയും നിങ്ങളുടെ മോനും എപ്പോഴും കോമ്പറ്റീഷൻ ആയിരിക്കും. അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് സരിതയുടെയും മോളുടെയും ജീവിതം പിന്നെയും ബാക്കി. എടി നീ അവളെ സമാധാനിപ്പിക്കേണ്ട പകരം എരുതിയിലേക്ക് എണ്ണ ഒഴിക്കണോടി. എന്നെ ആരും സമാധാനിപ്പിക്കണ്ട, ഞാൻ സ്വയം സമാശ്വസിച്ചോളാം. അതിന് നിന്നെ ആരെയും കൂടെ സമാധാനിപ്പിക്കാൻ വന്നേ? ഞാൻ നിന്നെ സമാധാനിപ്പിച്ചോളാം. അമ്മയെ സമാധാനിപ്പിക്കണ്ട, ഞാൻ പോവാണ്. അടയ്ക്കാൻ പറ്റുന്നില്ല. മാർക്ക് മാറിക്കാം. അമ്മ, അപ്പൊ സ്വത്തിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? അതിന് ജോലിയൊന്നും കിട്ടിയില്ലല്ലോ. ജോലി കിട്ടുമല്ലോ. ആ, ജോലി കിട്ടിയിട്ട് സ്വത്തൊക്കെ തീരുമാനിക്കാം, പാകം ചെയ്യണോ വേണ്ടിയെന്നൊക്കെ. ഈ സ്വത്ത് മുഴുവനെ കിട്ടിയിട്ട് വേണം തള്ളേനൊരു പാഠം പഠിപ്പിക്കാൻ. പാഠം പഠിപ്പിക്കാൻ ഇങ്ങ് വന്നേരെ കേട്ടാ, സ്വത്ത് കിട്ടുമെന്നും പറഞ്ഞോണ്ട്. എന്റെ മോൻ PSC ചെയ്തിട്ട് പാസ്സാവും. എന്തായാലും വിത്ത് കിട്ടിയ എന്നാ ഇനി ഇതെല്ലാം വേഗം കേൾക്കൂല. എല്ലാം അങ്ങ് ഓടുന്നുണ്ടല്ലോ, നോക്കുന്നില്ലോ നിങ്ങളെ ആരും. അച്ഛാ, അപ്പച്ചി പോയി വെട്ടി കൊടുക്കലായിട്ട് സ്ഥലം വിട്ടു. എങ്ങനെയുണ്ട് പ്രകാശി എന്റെ പണി ഏറ്റ്? പണി വെക്കാൻ നീ മിടുക്കനാണല്ലോ. പിന്നല്ലാതെ. അല്ല, ഇതെന്താ കയ്യിലൊരു കവറൊക്കെ? ഇത് മക്കൾക്ക് സ്വീറ്റ്സ് വാങ്ങിച്ച ലഡു. എന്നാ പിടിച്ചോ, പിടിയടാ. ആർക്കും കൊടുക്കണ്ട, ഒറ്റയ്ക്ക് കൊണ്ടു വെച്ചു തന്നോ. എനിക്കോ? ആ, എടാ കഴിച്ചോടാ, ഷുഗർ വരും ഓർത്തിട്ടാണോ? ഈ പ്രായത്തിൽ ഒരു ഷുഗറും വരത്തില്ല. അല്ല, അത് വേണ്ടായിരുന്നു. എടാ ഇപ്പോഴൊക്കെ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, നീ ധൈര്യമായിട്ട് കഴിച്ചു. കഴിച്ചോടാ. അച്ഛാ, അത് പിന്നെ എന്തേ, സരിത വല്ലോ നിന്നെ പറഞ്ഞ? അപ്പച്ചി എന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ എൻട്രൻസിന് ഞാൻ പൊട്ടി. അല്ല, അത് എനിക്കും അറിയത്തില്ല ഞാൻ എങ്ങനെ പൊട്ടിയെന്ന്. അത് ഞാനും ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. നീ അല്ലടാ ഇവിടെ വന്ന് ജയിച്ചെന്ന് തുള്ളിച്ചാടിയതൊക്കെ. അല്ല, അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല. അങ്കിളിന്റെ ഫ്രണ്ടല്ലേ അവിടുത്തെ ഓണർ, പുള്ളി എനിക്ക് സെറ്റാക്കി തരുന്ന സീറ്റ്. അങ്കിൾ ഒന്ന് പറഞ്ഞാ പോരെ? ഓ, പ്രകാശിനെ പോലെ തന്നെ മോനും ഓസാണ്. അതെ, എനിക്ക് പോയിട്ട് അത്യാവശ്യ കേസുണ്ട്, പിന്നെ കാണാം. ഒന്ന് പറയാ സീറ്റിന്റെ കാര്യം. ചെല്ലടാ അങ്ങോട്ട്. എന്റെ ഫ്രണ്ട് പരമദ്രോഹി, എന്തുവാടാ ഇത്? അല്ല, ഞാൻ അടുത്ത വട്ടം ഞാൻ ശരിക്കും പഠിച്ചത്. അടുത്ത വട്ടം നിനക്കും വച്ചിരിക്കുന്നു. ഇനി ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നീ കയറണ്ട. നീ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് PSC ബുക്കൊക്കെ വായിച്ചിട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് ജയിക്കാന്നോ? ഗവൺമെന്റ് ജോലി ഉണ്ടാക്കാൻ നടക്കും. അത് പിന്നെ അപ്പച്ചി വന്നപ്പോ ഓളത്തെ ഞാനങ്ങ് തള്ളി വിട്ടതല്ലേ ഞാൻ ജയിച്ചെന്നൊക്കെ. എന്റെ പ്രദേശം മൊത്തം വീണോങ്കളായിരുന്നു. ചെല്ലടാ അങ്ങോട്ട്. അവൻ അവന്റെ കൂട്ടുകാരൻ. അങ്ങനെ ബന്ധവും ഇല്ല, ഒരു കൂട്ടുകാരനും ഇല്ല, നിനക്ക് അഡ്മിഷൻ കിട്ടാൻ പോകും. ജയിച്ചെന്നോർത്ത് ഞാൻ പോയി സ്വീറ്റ്സും ലഡു ഇങ്ങോട്ട് തരാം. നീ തിന്നണ്ട കേട്ടാ. തോറ്റതിലല്ല, കള്ളം പറഞ്ഞു, കള്ളൻ, കരിങ്കള്ളൻ. സത്യം പറഞ്ഞ് ജീവിക്കാൻ നോക്കടാ. അമ്മേ, അമ്മയുടെ പുന്നാര മോന് ലഡ്ഡു തള്ളിക്കയറ്റി കൊടുക്കണല്ലേ? അതിന് അമ്മയുടെ ജീവൻ എപ്പോഴേ പോയിരിക്കുക. സരിതപ്പച്ചയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പകുതി ജീവിതം കൂടി പോകും. പകുതിയാ, ചിലപ്പോ ബാക്കിയില്ലേ ജീവനും പോവും. അതന്നെയാടാ. അമ്മ, സഞ്ജു എൻട്രൻസിൽ തോറ്റ കാര്യം അമ്മ സരിതയോട് പറയണ്ട. ഞാനത് എപ്പോഴേ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. അയ്യോ, അമ്മയുടെ ബാക്കി ജീവൻ പോണേന് മുമ്പേ അമ്മയുടെ ലഡ്ഡു ഞാൻ എടുത്തോട്ടെ. എന്നെ എന്തോ ആരും കഴിക്കാൻ വിളിക്കാഞ്ഞത്? മുട്ടയും പാലും ഇല്ലാത്തോണ്ട്. അമ്മേ, ചേച്ചി പറയുന്നത് കേട്ടോ? നിർത്തടാ. അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? ഒച്ച വെള്ളം തരില്ല ഇനി ഞാൻ നിനക്ക്. ഈ ഊപ്പ് എൻട്രൻസിനെ എനിക്ക് എഴുതാൻ പറ്റാതെ വന്നുള്ളൂ. PSCയിലെ എന്റെ പേര് ഞാൻ കേട്ടി കാണിച്ച റാങ്കിൽ അങ്ങ് മോളത്തെ റാങ്കിൽ കേട്ടോ. നീ ഒന്ന് പോയടാ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ കൈമനക്കണം. നീ ചെല്ല്. പോടാ.
സഞ്ജുടന് കഴിക്കാൻ നിങ്ങൾ കൊടുക്കച്ച പാവല്ലേ. അടുത്ത പ്രാവശ്യം PSCക്ക് സെറ്റ് ആക്കും ചേട്ടൻ, ഉറപ്പാണ്. പ്ലീസ് അമ്മ, ദേഷ്യമാ. സഞ്ജുവേട്ടന്റെ അടുത്ത് എന്തിനാ തീർക്കണേ? തൊണ്ടേ കുടുങ്ങരുത്. മധുരമുണ്ട്. എന്നാലും ഞാൻ ആ സരിതയുടെ മുഖത്തിനെ എങ്ങനെ നോക്കും?